ആമകൾ അതിഥികളായി എത്തുന്ന ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ പാലസ് റോട്ടിൽ അങ്ങനെ ഒരു ഹോട്ടലുണ്ട്. ഈ ആമകളെല്ലാം അതിഥികളായിട്ട് വരുന്നത് രാത്രി ഒരു 8 മണി 8:30 കൂടിയിട്ടാണ്. ഒരു 7:30 സമയത്ത് തന്നെ ഹോട്ടലിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഹോട്ടൽ അടയ്ക്കാൻ തുടങ്ങും. അതിനുശേഷം ലൈറ്റുകളെല്ലാം ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിഥികൾ വരാറായി. ഹോട്ടലിന്റെ ഉടമസ്ഥൻ ജവാൻ സന്തോഷ് ചേട്ടനാണെങ്കിൽ ആമകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഭക്ഷണങ്ങളെല്ലാം ആമകൾ കഴിച്ചിട്ട് അവർ തിരിച്ച് കുളത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഇത് ഏകദേശം കഴിഞ്ഞൊരു 8 മാസത്തോളം അവിടെ നടക്കാറുള്ള ഒരു സംഭവമാണ്. ഇപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വൈറലായി തുടങ്ങുന്നത്. അതിന്റെ കാഴ്ചകൾ കാണാം. ഞാൻ അവിടേക്ക് എത്തുമ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഒരാമ കയറി വന്നു. അവിടെ സന്തോഷേട്ടൻ ഒരു ഇലയിൽ കുറച്ച് ഇഡ്ഡലിയും അതേപോലെ തന്നെ ഉപ്പുമാവൊക്കെ കൂടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആമ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഇത് അപൂർവമായ ഒരു കാഴ്ചയാണ്. കാരണം ആമകളെല്ലാം ആളുകളുടെ ഇടയിലേക്ക് കയറി വരിക എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമാണ്. ജനങ്ങളുടെ ഒരു സംസാരം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആമ അപ്പം തന്നെ തല ആമയുടെ തോടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അടങ്ങിയിരിക്കുക എന്നൊരു പതിവുണ്ട്. ഇവിടെ അതൊന്നും കാണുന്നില്ല. ആമ നല്ല രീതിയിൽ ചുറ്റും നോക്കുന്നുണ്ട്, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. രാത്രി ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അവിടെ ജനങ്ങളുടെ ഒരു സാന്നിധ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ ആമകൾ, ഒരു 15ഓളം ആമകൾ കയറി വരുന്നുണ്ട് എന്നാണ് അവരവിടെ നിന്ന് പറയുന്നത്. അവർ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ കുളത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നും പറയുന്നു. ഇപ്പോഴത്തെ ഈ ഹോട്ടലിലെ സ്ഥിതി വൈകുന്നേരം 7:30 ആകുമ്പോഴും കച്ചവടം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമയെ നോക്കി ഇരിക്കലാണ്. ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് ആമകൾ ഇങ്ങോട്ട് കയറി വരും. അത് നോക്കിയിരിപ്പാണ്. ഇതാണ് ജവാൻ ഹോട്ടൽ. നമ്മുടെ തൃശ്ശൂർ പാറേമക്കാവ് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു ഹോട്ടലുള്ളത്. പാലസ് റോട്ടിലാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അടുത്ത അതിഥിയും കൂടി വന്നു ചേർന്നു. ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു അതിഥി. അതും കൂടി ചെയ്യുക. ഇപ്പോൾ 2 ആമകളാവും. 2 ഒന്നല്ല, ഏകദേശം ഒരു 7 ആമകളോളം ഇവിടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇവരാദ്യം ഈ CCTVയിലാണ് ആമകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. പിന്നീട് അവർ എന്തെങ്കിലും ഭക്ഷണം ആമകൾക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ ഇടുന്നത് പതിവായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇലയിലായിട്ട് അവർക്കൊരു ഭക്ഷണം കൊടുക്കുന്ന രീതി തുടങ്ങിയത്. ഈ ജവാൻ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ജവാൻ സന്തോഷേട്ടനും ഫേമസ് ആണ്. ഇപ്പോൾ ഫേമസ് കുറച്ചും കൂടി എന്ന് പറയാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആമകളെ കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് എത്താറുണ്ട്. ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ആമകളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ നല്ലൊരു തിരക്കുണ്ടായിരിക്കും ഈ കടയിലൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇനിയും വേറെയും അതിഥികൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട്. ഇപ്പോൾ ആളുകൾക്ക് കുറച്ച് കൂടിയത് കൊണ്ടാവണം ഈ 2 ആമകൾക്കും ചെറിയൊരു പേടി പോലെ വന്നിട്ടുണ്ട്. അവർ പതുങ്ങി നിൽക്കുകയാണ്, എന്തോ ഒരു കണ്ട് പേടിച്ചതുപോലെ. കാരണം നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. എല്ലാവരും ക്യാമറ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കുന്നു. അതുകൊണ്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവർ വളരെ കൂളായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അവരിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. കുറച്ച് നേരം മുമ്പേ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ പോവാനുള്ള ഒരു പരിപാടിയൊക്കെയാണ് നോക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ലൈറ്റുകളെല്ലാം ഓഫാക്കിയ നേരത്തെ ഏകദേശം ഒരു 5 ആമകൾ വീണ്ടും വന്നു. താരതമ്യേന ചെറിയ ആമകളാണ് എങ്കിലും 5 ആമകൾ വീണ്ടും വന്നപ്പോൾ ടോട്ടൽ 7 ആമകളായി ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അവിടെ ആമകൾക്കുള്ള ഭക്ഷണം എല്ലാം ഇലകളിൽ തയ്യാറാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ കുറച്ച് കൂടിയ കാരണം തോന്നുന്നു തലകളെല്ലാം അവരുടെ ആ ഒരു തോടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നും അറിയാത്ത പോലെ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അവരെന്താ ഉറങ്ങിപ്പോയോ എന്ന് വിചാരിക്കും. ശരിക്കും അങ്ങനെയല്ല, അവർ സൂത്രത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ എണീറ്റ് നടക്കും. ചില ആമകളൊക്കെ തല പൊക്കി നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് കുറച്ചിങ്ങോട്ട് മാറി നിന്നു. ഇനി എങ്ങനെ അവർ തല പൊക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാമല്ലോ.
எல்லாம் கையில பிடிச்சி ஒரு இடத்துல வரும்னா கொஞ்சம் ஆட்டி வர்றாங்க எனக்கு வந்து ஃபோன் பண்ணுங்க நாங்கள் ஃபோன் நம்பர் ஃபோட்டோ ஃபோன் பண்ணாங்க